ഹലോ ഫാമിലി ടെയിൽസ് ആൻഡ് ടേസ്റ്റ് വിത്ത് രൺദേവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ രൺദേവിൻ്റെ ചോറൂണും പിന്നെ രൺദേവിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങളാട്ടോ. നമ്മുടെ രൺദേവ് കുഞ്ഞിൻ്റെ ചോറൂണ് ഗുരുവായൂർ വെച്ചാട്ടോ. അപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് AC കോച്ചിൽ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 3 പേരും ട്രെയിനിൽ കയറി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. കുഞ്ഞുവാവ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ചായ അങ്ങ് മേടിച്ച് കുടിച്ചു. വലിയ കുഴപ്പമില്ലായിരുന്നു, മസാല ചായയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റിയില്ല കേട്ടോ. ദൂരയാത്രയായതുകൊണ്ട് വരാൻ പറ്റിയില്ല. പകരം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ പയ്യന്നൂരിൽ നിന്ന് ഡയറക്റ്റ് ഗുരുവായൂരേക്കാണ് വന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കുഞ്ഞുവാവ ഉറങ്ങി എണീറ്റു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കിടന്നുകൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുക കേട്ടോ. അടുത്തൊരു ആൻറ്റിയും അങ്കിളും ഉണ്ടായിരുന്നു, അവരെയൊക്കെ നോക്കി ജീവിക്കുക കേട്ടോ കുഞ്ഞുവാവ. അങ്ങനെ ഞങ്ങൾ എത്താറായി. അങ്ങനെ തൃശ്ശൂരെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്കാട്ടോ എത്തിയത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തു. ആക്ച്വലി ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടോ. പിറ്റേ ദിവസത്തെ ട്രെയിനിന് ആയിരുന്നു ബുക്ക് ചെയ്തത്. പിന്നെ ഓർത്തത് പിറ്റേ ദിവസം വെളുപ്പങ്കാലം 1 മണിക്കാണ് ബുക്ക് ചെയ്തതെന്ന്. അങ്ങനെ നമ്മൾ ട്രെയിൻ ക്യാൻസൽ ചെയ്തിട്ട് ക്യാബ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ശോഭ സിറ്റീൻ്റെ അതിലേക്കൂടെ ക്യാബിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ ഗുരുവായൂരെത്തിയതേ. ഗുരുവായൂരിലെ കാഴ്ചകളാട്ടോ, എന്ത് ഭംഗിയാണ്. നമ്മൾ ആ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പീസ്ഫുൾ മൈൻഡാണ് നമുക്കുണ്ടാവുക ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഗുരുവായൂർ അമ്പല നടയിലെത്തി. നമ്മൾ പോയത് ഏകാദശിയുടെ സമയത്താട്ടോ. അതായത് ഏകാദശി തുടങ്ങുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പേ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ, ഏകാദശി ആവുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിളക്കും എല്ലാം കണ്ടു. അങ്ങനെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു റീൽസൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ കുഞ്ഞുവാവയ്ക്ക് ചോറൊക്കെ കൊടുത്തു. കരച്ചിലൊന്നും ഇല്ലായിരുന്നു. ഞാനും ഉണ്ണിയേട്ടനും എൻ്റെ അച്ഛനും എല്ലാവരും വാവയ്ക്ക് ചോറ് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് തിരക്കൊന്നുമില്ലാതെ കുഞ്ഞുവാവയ്ക്ക് ചോറൂണ് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുത് ഞങ്ങൾ വൈകുന്നേരം ഇപ്പം മടങ്ങി. എന്തായാലും വളരെ സന്തോഷമായി. ഗുരുവായൂർ തൊഴണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, ചോറൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് വന്ന് തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തേക്ക് ട്രെയിനിൽ പോവാം കേട്ടോ. നിലമ്പൂർ എക്സ്പ്രസ് ആയിരുന്നു. എറണാകുളം കഴിഞ്ഞപ്പോൾ ഫുൾ കാലി കേട്ടോ, കാരണം കോട്ടയത്താണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റി. ഞങ്ങളുടെ കുഞ്ഞുവായുടെ ചോറൂണ് ഭംഗിയായി നടന്നു. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നേരം കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.